നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾ പറയായിരുന്നു ഈ മകരവിളക്കോട് കൂടി തറവാട്ടിലെ ദോഷങ്ങളെല്ലാം അവസാനിച്ചോന്ന്. തറവാട്ടിലെ ദോഷങ്ങൾ എന്തായാലും അവസാനിക്കണമല്ലോ. ഇവിടുത്തെ എല്ലാ ദോഷങ്ങളും ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ചിലരെയൊക്കെ ഞാൻ കൊല്ലും. ഈ മീനാക്ഷിയെ ഇപ്പൊ എനിക്ക് വേണം. ഇവളുടെ ചോര തെറിക്കട്ടെ ആദ്യം ചെമ്പകമംഗലത്ത്. മോളെ മീനാക്ഷി, എന്താ അമ്മേ? നല്ല നിലാവ്, സ്വർണ്ണ കല്ലുകൾ വാരി വിതറിയതുപോലെ നക്ഷത്രങ്ങൾ. വാ, നമുക്ക് ടെറസിലേക്ക് പോവാം. എന്റെ മീനാക്ഷിക്ക് അമ്മ ചില കഥകൾ പറഞ്ഞുതരാം. വാ മോളെ, വാ. ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. എന്താ മോളെ? പാലുകൾ പൂക്കുന്ന കാലമായോ അമ്മേ? കാറ്റിന് പാലപ്പൂന്റെ മണം. കാലം തെറ്റി കണിക്കൊന്ന പൂക്കുന്ന പോലെ പാലയും പൂക്കും. പാലപ്പൂവിന് ഉന്മാദഗന്ധമാണ്. മദഗന്ധമെന്ന് കവികൾ. പാലുകൾ പലതരമില്ലേ? ആ, പലതരമുണ്ട്. ഏഴിലം പാല, കുടകപ്പാല, വെള്ളിപ്പാല, കള്ളിപ്പാല, കുരുട്ടുപാല. പാല് പൂക്കുന്ന രാത്രികളിലാ യക്ഷികൾ വരുന്നെന്ന് കേട്ടിട്ടുണ്ട്. മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും സാക്ഷാത്കരിക്കാതെ ദുർമരണം സംഭവിച്ച സ്ത്രീകളുടെ ആത്മാക്കളാണ് യക്ഷികളായി അലയുന്നത്. പാലമരം ഉന്മാതിയായ ഒരു പെൺകുട്ടിയുടെ പുനർജന്മമാണ്. എന്റെ മോള് യക്ഷികളെ കണ്ടിട്ടുണ്ടോ? ഞാൻ എവിടെ കാണാനാ? നിന്നെ ഞാൻ കാണിച്ചു തരാം. യക്ഷികൾ ഇതുപോലുള്ള രാത്രികളിലാ വന്നെത്താറുള്ളത്. തലമുടിയിൽ നക്ഷത്ര കതിരണിഞ്ഞ് കള്ളിപ്പാലകൾ പൂക്കുന്ന രാത്രികളുടെ ആദ്യ യാമങ്ങളിൽ. അമ്മ നല്ല സാഹിത്യത്തിലാണല്ലോ സംസാരിക്കുന്നത്. യക്ഷികളെയും ഗന്ധർവന്മാരെയും പറ്റി പറയുമ്പോ അറിയാതെ ആർക്കും സാഹിത്യം വരും. ഈ യക്ഷികള് ചോര കുടിക്കുന്നൊക്കെ പറയുന്നത് നേരാണോ? എനിക്ക് നിന്റെ രക്തം വേണം. അതിനല്ലേ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ നിന്നെ അങ്ങ് 7-ാം കടലിന് അക്കരയ്ക്ക് കൊണ്ടുപോകും. മോളെ വാ വാ വരാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.